ഈ റോഡ്സ് ലോനെ വെച്ചുകൊണ്ട് റോഡ്സ് ലോ അക്കോർഡൻസ് ഓഫ് ഈ റോഡ്സ് ലോയില് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മള് സൊല്യൂഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്. മെയിൻ ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ആ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറയുന്നത്. റോഡ്സ് ലോയുടെ ബേസിസിലാണ് നമ്മൾ അത് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അപ്പൊ റോഡ്സ് ലോയുടെ ബേസിസിൽ ക്ലാസിഫിക്കേഷൻ നടത്തുമ്പോൾ എന്താണ്, ആ സൊല്യൂഷനിൽ ഒരാളെന്ന് പറയുന്നത് എന്താണ്, റോഡ്സ് ലോനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ റോഡ്സ് ലോ ഒബേ ചെയ്യുന്ന ആളായിരിക്കും. അപ്പോ അങ്ങനെ റോഡ്സ് ലോനെ ഒബേ ചെയ്യുന്ന ആളെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അപ്പൊ എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സൊല്യൂഷനില് നമ്മൾ അക്കോർഡൻസ് വിത്ത് റോഡ്സ് ലോയുടെ അക്കോർഡൻസില് നമ്മൾ ഈ സൊല്യൂഷനെ ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. അപ്പൊ സൊല്യൂഷനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ആലോചിച്ച് നോക്കുക, നമ്മൾ എന്താണ് ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. അതില് ഫസ്റ്റ് ക്ലാസിഫിക്കേഷനില് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആരാണ്, ഐഡിയൽ സൊല്യൂഷൻ. ഐഡിയൽ ബിഹേവിയറിസം കാണിക്കുന്ന ആള് ഐഡിയലിസം. അതായത് ഐഡിയൽ സൊല്യൂഷൻ എന്നാണ് നമ്മൾ ആ ഒരു ഫസ്റ്റ് ടൈപ്പിന് നമ്മൾ പറയുന്നത്. അപ്പൊ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് കണ്ടീഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൊല്യൂഷൻസ് വിച്ച് obeys റോഡ്സ് ലോ. എന്താണ് പറയുന്നത്, റോഡ്സ് ലോ ഒബേ ചെയ്യുന്ന എല്ലാ സൊല്യൂഷനുകളെയും നമ്മൾ എന്താണ് പറയുന്നത്, ഐഡിയൽ സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. ഐഡിയൽ സൊല്യൂഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. എന്താണ് ഐഡിയൽ സൊല്യൂഷൻ? എന്താണ് സൊല്യൂഷൻസ് വിച്ച് ഒബൈസ് റോഡ്സ് ലോ ഒബേ ചെയ്യുന്ന എല്ലാ സൊല്യൂഷനുകളെയും നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് എന്താണ് നമ്മൾ റോഡ്സ് ലോ എന്ന് പറയുന്നത്? റോഡ്സ് ലോ എന്ന് പറയുമ്പോൾ ആ സൊല്യൂഷൻ എന്തായിരിക്കും, ആ സൊല്യൂഷന്റെ P0A PA is equal to എന്താണ് P0A XA ആയിരിക്കും. അതുപോലെ എന്താണ് ആൻഡ് PB എന്തായിരിക്കും, PB is equal to P0B XB ആയിരിക്കും. ഇതാണല്ലോ റോഡ്സ് ലോ. അങ്ങനെയാണെങ്കിൽ ആ സൊല്യൂഷന്റെ എന്താണ് ഈ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനും അവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒബേ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് ഫസ്റ്റ് എന്താണ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്കുക, ഈ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും അറിയാം, നമ്മൾ ആരും ഐഡിയൽസ് അല്ല. അതായത് എല്ലാ ഐഡിയൽസ് ആയിരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. റോഡ്സ് ലോ ആയാലും എല്ലാ ലോസും ഒബേ ചെയ്തിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. നമുക്ക് പ്രാക്ടിക്കലി ഒരിക്കലും പോസിബിൾ ആക്കാനായിട്ട് സാധ്യമല്ല. പല വേരിയേഷൻസും നമ്മുടെ കാര്യത്തിൽ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് സൊല്യൂഷന്റെ കണ്ടീഷനും. സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ പ്രാക്ടിക്കലി ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. പ്രാക്ടിക്കലി നമുക്കത് കാണിക്കാനായിട്ട് പറ്റില്ല. സൊല്യൂഷന് പ്രാക്ടിക്കലി ഐഡിയൽ സൊല്യൂഷൻ കാണിക്കണമെങ്കിൽ ഐഡിയൽ ബിഹേവിയറിസം എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും, ഇൻ വെരി ഡൈലൂട്ട് സൊല്യൂഷൻ. എപ്പോഴാണ് ഈ ഐഡിയൽ സൊല്യൂഷൻസ് ആയിട്ട് ഇത് ബിഹേവ് ചെയ്യുക? ഐഡിയൽ സൊല്യൂഷൻ ആയിട്ട് ബിഹേവ് ചെയ്യണമെങ്കിൽ വെരി ഡൈലൂട്ട് സൊല്യൂഷൻ ആയിരിക്കണം. എന്തായിരിക്കണം? വെരി ഡൈലൂട്ട് സൊല്യൂഷൻ ആയിരിക്കണം. അല്ലാതെ കോൺസെൻട്രേഷൻ കൂടുതലാണ് അവന്റെ കണ്ടീഷൻ എങ്കിൽ, ആ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, കോമ്പോസിഷൻ കൂടുതലാണെങ്കിൽ അവൻ ഒരിക്കലും ഐഡിയൽ ബിഹേവിയറിസം കാണിക്കില്ല, അല്ലെങ്കിൽ ഐഡിയൽ സൊല്യൂഷൻ എന്ന് അവൻ നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. എന്താ വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, അവൻ റോഡ്സ് ലോ ഒബേ ചെയ്യില്ല. അപ്പോ ഇൻ വെരി ഡൈലൂട്ട് സൊല്യൂഷൻ ആണ്. ഇൻ വെരി ഡൈലൂട്ട് സൊല്യൂഷൻസിൽ മാത്രമാണ് സൊല്യൂഷൻസ് ഐഡിയൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ദെൻ അപ്പൊ ഐഡിയൽ സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു ഇറ്റ്സ് ഒബേ റോഡ്സ് ലോ ആണ്. റോഡ്സ് ലോ ഒബേ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, PA is equal to P0A XAയും PB is equal to P0B XBയും ഒബേ ചെയ്യുന്നവരായിരിക്കും ഈ ഐഡിയൽ സൊല്യൂഷൻ. ഇനി വേറൊരു കണ്ടീഷൻ ഇവൻ പറയുന്ന രണ്ട് കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നെക്സ്റ്റ് കണ്ടീഷൻ ഡെൽറ്റ H മിക്സ് ഈക്വൽ ടു 0. എന്താണ് ഈ ഡെൽറ്റ H മിക്സ്? ഡെൽറ്റ H മിക്സ് എന്ന് വെച്ചാൽ H മീൻസ് എന്താണ്, എൻതാൽപ്പിയാണ്. അപ്പോ ഡെൽറ്റ H എന്ന് വെച്ചാൽ എന്താണ്, ചേഞ്ചിങ് എൻതാൽപ്പിയാണ്. എന്താണ് ചേഞ്ചിങ് എൻതാൽപ്പിയാണ്. അപ്പൊ മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച്, അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡെൽറ്റ H മിക്സ് എന്ന് പറയുന്നത്.
എന്താണ് മിക്സ് ചെയ്യുമ്പോൾ, അതായത് സോൾവെന്റും സൊല്യൂട്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച്, അതായത് ആ പ്യുവർ സ്റ്റേറ്റിൽ നിന്ന് സൊല്യൂഷനായി മാറുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എനർജി ചേഞ്ച്. എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ തന്നെയാണ് എനർജി തന്നെയാണ്. അപ്പൊ ആ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് സൊല്യൂഷൻ ആകുമ്പോൾ അവിടെ എന്താണ് എനർജി ഗെയിൻ ചെയ്യുകയോ എനർജി ലൂസ് ചെയ്യുകയോ ചെയ്യില്ല അവിടെ. അതുകൊണ്ടാണ് എന്താണ് രണ്ടും എന്താണ് സെയിം എനർജിയിലായിരിക്കും ഉണ്ടാവുക. പ്യുവർ സ്റ്റേറ്റിലിരിക്കുമ്പോൾ എങ്ങനെയുള്ള എനർജിയാണ് ഉണ്ടാകുന്നത് അതേ എനർജി തന്നെയായിരിക്കും അവര് സൊല്യൂഷൻ ആയാലും കാണിക്കുക, അത് തന്നെയായിരിക്കും അവര് സൊല്യൂഷൻ ആയാലും കാണിക്കുക. അപ്പോൾ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് അവിടെ 0 ആയിരിക്കും. അതാണ് ഡെൽറ്റ എച്ച് മിക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഡെൽറ്റ എച്ച് മിക്സ് ഈസ് ഈക്വൽ ടു 0. ദെൻ നെക്സ്റ്റ് ഡെൽറ്റ വി മിക്സ് ഈക്വൽ ടു 0. വി മിക്സ് എന്ന് വെച്ചാൽ വോളിയാണ്. വി എന്ന് പറഞ്ഞാൽ വോളിയാണ് നമ്മൾ പറയുന്നത്. ഈ വോളിയം എന്ന് പറയുന്നത് ചേഞ്ചിങ് വോളിയം. ഡെൽറ്റ വി മിക്സ് എന്ന് പറയുന്നത് സൊല്യൂഷൻ ആക്കുമ്പോൾ അല്ലെങ്കിൽ മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വോളിയം ചേഞ്ച് ആണ്. ഇവിടെ എന്തെന്നെയാണ് പറയുന്നത്? സൊല്യൂഷൻ ആയി കഴിഞ്ഞാലും അവിടെ ദർ ഇസ് നോ ചേഞ്ച് ഇൻ വോളിയം. വോളിയത്തിലും ഒരു ചേഞ്ച് സംഭവിക്കില്ല. ഉണ്ടായിരുന്ന അതേ വോളിയം തന്നെയാണ് അവർക്ക് എന്താണ് സൊല്യൂഷൻ ആയാലും ഉണ്ടാവുക. അതുകൊണ്ട് ഡെൽറ്റ വി മിക്സ് ഇസ് ഈക്വൽ ടു 0. വോളിയം ചേഞ്ച് എന്ന് പറയുന്നതും എന്താണ് 0 ആണ്. ഇനി നമുക്കറിയാം എന്താ നമ്മൾ സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ സൊല്യൂഷൻ ആവുമ്പോൾ എ എന്ന് പറയുന്ന സോൾവെന്റ് ഉണ്ടാവും, ബി എന്ന് പറയുന്ന സൊല്യൂട്ടും ഉണ്ടായിരിക്കും അല്ലെ. സോൾവെന്റും ഉണ്ടാവും സൊല്യൂട്ടും ഉണ്ടായിരിക്കും. ഈ സോൾവെന്റും സൊല്യൂട്ടും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഇന്ററാക്ഷൻ ഉണ്ടാവും. അതല്ലോ എ എടുത്തു, നമ്മൾ എ എടുത്തു ബി എടുത്തു, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഇവർ തമ്മിൽ നല്ല ഇന്ററാക്ട് ആയാൽ മാത്രമാണ് അത് സൊല്യൂഷൻ ആയിട്ട് മാറുന്നത്. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് നമ്മൾ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അവിടെ എങ്ങനെയായിരിക്കും ഈ ഐഡിയൽ സൊല്യൂഷൻ ഇവർ തമ്മിലുള്ള ഈ ഇന്ററാക്ഷൻ? ഈ ഇന്ററാക്ഷൻ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? അവര് പരസ്പരം നല്ല എന്താണ് ഇന്ററാക്ട് ചെയ്തിട്ടാണോ ഇരിക്കുക, അല്ലെങ്കിൽ അവരുടെ ഇന്ററാക്ഷൻസിന് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടാവുമോ? കൂടുതലായിരിക്കുമോ? ആ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കുമോ, സൊല്യൂഷൻ ആയിരിക്കുമോ, അല്ലെങ്കിൽ കുറവായിരിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കി നോക്കാം. എങ്ങനെയായിരിക്കും ഇവരിവിടെ ഇന്ററാക്ഷൻ കാണിക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ ഇവരുടെ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് നമ്മൾ പറയുകയാണെങ്കിൽ എ ഇന്ററാക്ഷൻ. ഇന്ററാക്ഷൻ അങ്ങനെ എന്താണ്? സോൾവെന്റ് ആയിരിക്കുമ്പോൾ സോൾവെന്റ് പാർട്ടിക്കിളും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ, അവർ തമ്മിലുള്ള ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അതിനെയാണ് നമ്മൾ എ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. then ആരായിരിക്കും ഉണ്ടാവുക? ബി ഇന്ററാക്ഷൻ. അതെന്താണ്? സൊല്യൂട്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ആൻഡ് എ ബി ഇന്ററാക്ഷൻ. അപ്പൊ ഇതെന്താണ്? സൊല്യൂഷൻ ആയി കഴിഞ്ഞിട്ടില്ല. ഇത് പ്യുവർ സ്റ്റേറ്റിലായിരിക്കുമ്പോൾ അവര് പാർട്ടിക്കിൾസ് എന്താണ് ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. എ ബി എന്ന് പറയുന്നത് ഇവര് തമ്മിൽ സൊല്യൂഷൻ ആയി കഴിഞ്ഞാൽ ഈ എയും ബിയും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ്? ഈ മൂന്നും എങ്ങനെയാണ് വേരി ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഐഡിയൽ സൊല്യൂഷൻസ് ആണെങ്കിൽ എ ഇന്ററാക്ഷൻ, ബി ഇന്ററാക്ഷൻ, എ ബി ഇന്ററാക്ഷൻസ് ആർ ഈക്വൽ. ഇതാണ് എ ഇന്ററാക്ഷൻ, ബി ഇന്ററാക്ഷൻ ആൻഡ് എ ബി ഇന്ററാക്ഷൻസ് ആർ ഈക്വൽ. അപ്പൊ ഇതാണ് നമ്മൾ പറയുന്നത് എന്താണ് ഐഡിയൽ സൊല്യൂഷന്റെ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ കാണിച്ചാലാണ് ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താവുന്നത്? ഐഡിയൽ ആയിരിക്കും. അപ്പൊ ഐഡിയൽ ആയിരിക്കും ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇത്രയും കണ്ടീഷൻസ് ഒബേ ചെയ്യുന്നവരായിരിക്കും, ഇത്രയും കണ്ടീഷൻസ് കാണിക്കുന്നവരായിരിക്കും. ഓക്കെ. ഇനി അപ്പൊ നമ്മൾ ഈ ഐഡിയൽ സൊല്യൂഷന്റെ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, ഗ്രാഫ് പ്ലോട്ട് ചെയ്യാന്ന് വെച്ചാൽ വേപ്പർ പ്രഷർ അഗെയിൻസ്റ്റ് കോമ്പോസിഷൻ, വേപ്പർ പ്രഷർ കോമ്പോസിഷൻ കർവ് വരയ്ക്കുകയാണെങ്കിൽ അത് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള കർവ് ആയിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ കർവ് ആയിരിക്കും നമുക്ക് അതിൽ കിട്ടും. അപ്പൊ നമുക്ക് എന്തിനു എഴുതാം? ആ ഒരു കണ്ടീഷൻ എന്താണ്? വേപ്പർ പ്രഷർ കോമ്പോസിഷൻ കർവ് is എങ്ങനെയായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഉണ്ടാവും. എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. വേപ്പർ പ്രഷർ കോമ്പോസിഷൻ കർവ് എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. എന്താണ് വേപ്പർ പ്രഷർ കോമ്പോസിഷൻ കർവ് എന്ന് പറഞ്ഞാൽ? വേപ്പർ പ്രഷർ എന്താണ്? സൊല്യൂഷന്റെ കർവ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? സൊല്യൂഷന്റെ ഈ വേപ്പർ പ്രഷറും കോമ്പോസിഷനും കാണിക്കുന്ന കർവ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് എന്താണ്? പാർഷ്യൽ വേപ്പർ
പ്രഷർ കർവും എന്തായിരിക്കും? ലീനിയർ ആയിരിക്കും. കർവും എന്തായിരിക്കും? ലീനിയർ കർവ് ആയിരിക്കും കേട്ടോ. അപ്പൊ ഇത് രണ്ടാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. എന്താണ്? വേപ്പർ പ്രഷർ കോമ്പോസിഷൻ കർവ് ഈ സ്ട്രേറ്റ് ലൈൻ കർവ് ആണ്. അതുപോലെ തന്നെ പാർഷ്യൽ വേപ്പർ പ്രഷർ കർവ് എന്ന് പറയുന്നത് ലീനിയർ കർവ് ആയിരിക്കും ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു കർവ് ഒന്ന് വരച്ച് കാണിച്ചു തരാം കേട്ടോ. ഒരു പ്ലോട്ടിങ്, അതായത് എന്താണ് പ്യുവർ കമ്പോണന്റിൽ രണ്ടും കൂടി എടുക്കുകയാണ്, ഒരേ ഗ്രാഫിൽ തന്നെ പ്ലോട്ട് ചെയ്യാണ് നമ്മള്. ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം എക്സ് എ പ്ലസ് എക്സ് ബി ഈസ് ഈക്വൽ ടു 1 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ബി എന്ത്? എക്സ് എ എത്രയാണ്? 1 ആയിട്ട് കിട്ടി. അങ്ങനെ എക്സ് ബി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 1 മൈനസ് എക്സ് ബി ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് ആണ്. അപ്പൊ എക്സ് ബി എന്ത് കിട്ടി? നമുക്ക് 0 കിട്ടി. എക്സ് ബി എന്ന് 0 കിട്ടി. അപ്പൊ ഇവിടെ എക്സ് 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ എക്സ് ബി എന്ന് പറയുന്നത് 0 ആയിരിക്കും. എക്സ് ബി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് ഇവിടെ എന്താണ്? സോൾവെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, സൊല്യൂട്ട് ഇല്ല. കാരണം സൊല്യൂട്ടിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് 0 ആണ്. സൊല്യൂഷനിലെ സൊല്യൂട്ട് ഇല്ല. സൊല്യൂട്ടിന്റെ കോമ്പോസിഷൻ 0 എന്ന് വെച്ചാൽ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ 0 ആണ്. കോൺസെൻട്രേഷൻ 0 എന്ന് വെച്ചാൽ എന്താ? അവൻ അവിടെ ഇല്ല, സൊല്യൂട്ട് ഇല്ല. പ്യുവർ സോൾവെന്റ് ആണ് ഇവിടെയുള്ളത്. അതുപോലെ ഇവിടെ കണ്ടീഷൻ എടുക്കുകയാണ് എക്സ് ബി ഇസ് ഈക്വൽ ടു 1. ഇപ്പൊ എക്സ് ബി 1 ആയിരിക്കുമ്പോ എന്തായിരിക്കും ഉണ്ടാവുക? എക്സ് ബി ആണ് 1 ആയിട്ട് എടുക്കണമെങ്കിൽ എന്തായിരിക്കും? എക്സ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. എക്സ് ബി ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. സെയിം കണ്ടീഷൻ തന്നെ. എന്താണ് സം ഓഫ് ദി മോൾ ഫ്രാക്ഷൻ ഓഫ് എ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ എന്തായിരിക്കും? ഈക്വൽ ടു 1 ആയിരിക്കും. ഇപ്പോൾ അല്ലെങ്കിൽ സം ഓഫ് ദി എന്താണ്? സം ഓഫ് ദി മോൾ ഫ്രാക്ഷൻസ് ഓഫ് ദി കമ്പോണൻസ് ഓഫ് എ സൊല്യൂഷൻ എന്ന് പറയുന്നത് യൂണിറ്റി ആയിരിക്കും എപ്പോഴും, 1 ആയിട്ടായിരിക്കും ഇരിക്കുക എപ്പോഴും. അപ്പൊ അതിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇവിടെ പ്യുവർ സോൾവെന്റ് ആണ്, ഈ സ്റ്റേറ്റ് പ്യുവർ സൊല്യൂഷൻ ആണ് കാണിക്കുന്നത്. അപ്പൊ പ്യുവർ സോൾവെന്റ് ആയിരിക്കുമ്പോൾ ഇവൻ കാണിക്കുന്ന ഒരു പാർഷ്യൽ പ്രഷർ വേപ്പർ പ്രഷർ നമ്മൾ എന്താണ്? P0 A എന്ന് പറയും. ഇനി പ്യുവർ സൊല്യൂഷൻ ആയിരിക്കുമ്പോൾ ഇവർ കാണിക്കുന്ന വേപ്പർ പ്രഷർ എന്താണ്? P0 B എന്ന്, വേപ്പർ പ്രഷർ P0 B എന്ന് പറയുന്നത്. അപ്പൊ P0 Aയും P0 B ആണ് കാണിക്കുള്ളൂ ഇതിന്. അപ്പൊ ഇത് രണ്ടും കൂടി കാണിക്കുന്ന പ്ലോട്ടിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ലീനിയർ കർവ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഇതാണ് ഇവരുടെ ലീനിയർ കർവ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ വേപ്പർ പ്രഷർ ലീനിയർ കർവ് എന്ന് പറയുന്നത് കേട്ടോ. കർവ് കിട്ടുന്നത്. അപ്പൊ ഇവര് സൊല്യൂഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ എന്താണ്? പി എ ഇസ് ഈക്വൽ ടു P0 A എക്സ് കിട്ടി. ഇവനെന്താണ്? പി ബി ഇസ് ഈക്വൽ ടു P0 B എക്സ് ബി എന്ന് കിട്ടി. അതായത് പാർഷ്യൽ പ്രഷർ, പാർഷ്യൽ വേപ്പർ പ്രഷറിന്റെ കർവ് ലീനിയർ ആണ്. ഇനി ഇതിന്റെ രണ്ടിന്റെയും സം ടോട്ടൽ അല്ലേ, ഈ രണ്ട് കർവിന്റെയും സം ടോട്ടൽ അല്ലേ നമുക്ക് വരുന്ന സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണത്? പി എസ് ആണ്. അതായത് പി എ പ്ലസ് പി. ഇതാണ് ആ കർവ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മളെ ഐഡിയൽ സൊല്യൂഷന്റെ കർവ് എന്ന് പറയുന്നത്. എന്താണ്? വേപ്പർ പ്രഷർ കോമ്പോസിഷൻ കർവ് ഓഫ് ഐഡിയൽ സൊല്യൂഷൻ. എന്താണ്? വേപ്പർ പ്രഷർ കോമ്പോസിഷൻ കർവ് ഓഫ് ഐഡിയൽ സൊല്യൂഷൻ കണ്ടീഷൻസ്. അപ്പൊ ഇത്രയാണ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഐഡിയൽ സൊല്യൂഷൻ ആണ്. ഈ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എപ്പോൾ മാത്രമാണ് ഈ ഐഡിയൽ സൊല്യൂഷൻസ് ആയിട്ട് ഇവർ ബിഹേവ് ചെയ്യുക? അത് വെരി ഡൈലൂട്ട് സൊല്യൂഷൻ ആണ്. വെരി ഡൈലൂട്ട് സൊല്യൂഷൻസ് ആയിരിക്കുമ്പോഴാണ് ഒരു സൊല്യൂഷന് എപ്പോഴും ഐഡിയൽ ബിഹേവിയറിസം കാണിക്കുക. അല്ലാതെ പ്രാക്ടിക്കലി എന്ന് പറയുന്നത് ഐഡിയൽ സൊല്യൂഷൻ കാണിക്കുക, ഐഡിയൽ ബിഹേവിയറിസം കാണിക്കുക എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോസിബിൾ ആണ്. പ്രാക്ടിക്കലി അത് കാണിക്കില്ല. ദെൻ ഇനി എന്താണ് ആ സൊല്യൂഷൻ? ഇങ്ങനെയാണ് ഇവർ ഐഡിയൽ സൊല്യൂഷൻ ആവുന്നത്. ഇവര് ഒബൈസ് റോഡ്സ് ലോ ഒബൈ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയാ. ഐഡിയൽ സൊല്യൂഷൻ ഒബൈ ചെയ്യുന്നുണ്ട് റോഡ്സ് ലോ എങ്കിൽ പി എ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? P0 A എക്സ് എ ആയിരിക്കും. പി ബി ഇസ് ഈക്വൽ ടു P0 B എക്സ് ബി ആയിരിക്കും. അതിന്റെ റോഡ്സ് ലോയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ്. അത് മാത്രമല്ല, തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ദ എൻതാൽപി ചേഞ്ച് ഓഫ് എന്താണ്? ഐഡിയൽ സൊല്യൂഷൻ ഫോം സൊല്യൂഷൻ. സൊല്യൂഷൻ ആയിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപി ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 0 ആയിരിക്കും. അതുപോലെ തന്നെ സൊല്യൂഷനായി മാറുമ്പോൾ ഉണ്ടാകുന്ന വോളിയം ചേഞ്ച് എന്ന് പറയും, ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നതും അവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. there is no change in enthalpy and volume എന്താണ് കമ്പോണൻസ് become to solution. അവിടെ എന്താണ്? എൻതാൽപ്പിക്കും
എൻതാൽപ്പിക്കും അതുപോലെ തന്നെ വോളിയത്തിനും എന്താണ് ഒരു ചേഞ്ച് ഉണ്ടാവില്ല. കമ്പോണൻസിൽ നിന്ന് സൊല്യൂഷൻ ആയി മാറുമ്പോൾ അവർക്ക് എൻതാൽപ്പിക്കോ വോളിയത്തിനോ ഒരു ചേഞ്ചും ഉണ്ടാവില്ല. സിമ്പിൾ ആയിട്ട് എൻതാൽപ്പിയുടെ കാര്യം പറയുകയാണെങ്കിൽ എന്താണ്, there is no change in എന്താണ് എനർജി, അതായത് there is no gain or lose of energy. അവരെ ഗെയിൻ ചെയ്യോ എനർജി ലൂസ് ചെയ്യോ ഒന്നും ചെയ്യില്ല. ദെൻ അടുത്തത് ആ സൊല്യൂഷൻ ആയിരിക്കുമ്പോൾ അവരെങ്ങനെയാണ് അവർ ആ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും അതുപോലെ സോൾവെന്റ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഇന്ററാക്ഷനും സൊല്യൂട്ട് പാർട്ടിക്കിൾ തമ്മിലുള്ള ഇന്ററാക്ഷനും അതുപോലെ തന്നെ സോൾവെന്റ് സൊല്യൂട്ട് പാർട്ടിക്കിൾ തമ്മിലുള്ള പോസിറ്റീവ് അട്രാക്ഷൻ അഥവാ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്താ ഇത് മൂന്നും ഈക്വൽ ആയിരിക്കും പിന്നെ വേപ്പർ പ്രഷർ കമ്പോസിഷൻ കർവ് ഈസ് സ്ട്രെയിറ്റ് ലൈൻ കർവ് ആയിരിക്കും. നമുക്കില്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു കർവ് ആയിരിക്കും. ഇനി പാർഷ്യൽ വേപ്പർ പ്രഷർ കർവ് എന്ന് പറയുന്നതും ലീനിയർ തന്നെയായിരിക്കും, അതും ലീനിയർ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ എന്ന് പറയുന്നത് പാർഷ്യൽ വേപ്പർ പ്രഷർ കോമ്പോസിഷൻ കർവ് ഓഫ് ഐഡിയൽ സൊല്യൂഷന്റെ കോമ്പോസിഷനും വേപ്പർ പ്രഷറും തമ്മിലുള്ള ഒരു കർവ് ആണ് നമ്മൾ വരച്ചിരിക്കുന്നത്. ഈ കർവ് ആണ് നമ്മൾ എന്താണ് ലീനിയർ ആയിട്ടുള്ളതാണ്, സ്ട്രെയിറ്റ് ലൈൻ ആണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയാണ് ഐഡിയൽ സൊല്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി ഇതിന്റെ ഐഡിയൽ സൊല്യൂഷൻസ് ആരൊക്കെയാണ്, ഇതിന്റെ എക്സാമ്പിൾസ് പഠിക്കാനുണ്ട്. എക്സാമ്പിൾസ് നമ്മൾ അത് ടെബിളേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാം. അത് ഒരു ട്രിക്ക് കൂടി ആയിട്ട് നമുക്കത് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇനി നോക്കുക, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇവര് ഐഡിയൽ സൊല്യൂഷൻസ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, ഐഡിയൽ സൊല്യൂഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ഐഡിയൽ സൊല്യൂഷൻസിൽ നിന്ന് ഇവർക്ക് ഡീവിയേഷൻ ഉണ്ടാവും. എല്ലാവരും ഐഡിയൽ ആയിട്ട് ഇരിക്കില്ല എന്ന് പറഞ്ഞു അല്ലെ. എപ്പോൾ മാത്രമാണ് ഡൈലൂട്ട് സൊല്യൂഷൻ ആയിരിക്കുമ്പോൾ മാത്രമാണ്, വെരി ഡൈലൂട്ട് കണ്ടീഷനിൽ മാത്രമാണ് പ്രാക്ടിക്കലി സൊല്യൂഷൻസ് ഐഡിയൽ ആയിട്ട് ബിഹേവ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേറ്റഡ് ആയിരിക്കുമ്പോൾ അവരെന്താണ് അവർ ഐഡിയൽ ബിഹേവിയറിസം കാണിക്കില്ല. അങ്ങനെ കാണിക്കാതെ വരുന്ന ആ സൊല്യൂഷൻസിനെ നമ്മൾ എന്താണ് പറയാ, നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്നാണ് പറയാ. എന്താ പറയാ, നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയാം. അതായത് ഇപ്പോൾ എന്താണ് ഡൈലൂട്ട് അല്ലാതെ ഇരിക്കുന്ന സമയത്ത് ആ സൊല്യൂഷൻസ് എന്താണ് കാണിക്കുക, ദാറ്റ് ഡു നോട്ട് ഒബേ റോൾസ് ലോ ആണ്. എന്താണ് അവര് ഐഡിയൽ ആയിരിക്കുക എന്താണ് എപ്പോഴും ഡൈലൂട്ട് സൊല്യൂഷൻ ആയിട്ടിരിക്കുമ്പോഴാണ്. ഇനി കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന കണ്ടീഷൻ ആണെങ്കിൽ അവർ ഒരിക്കലും എന്തായിരിക്കില്ല, ഐഡിയൽ സൊല്യൂഷൻ ആയിരിക്കില്ല. അപ്പോൾ അവരെ നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്നാണ് പറയാം. എന്താ പറയാ, നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്നാണ് പറയാം. അപ്പൊ നോൺ ഐഡിയൽ സൊല്യൂഷൻ ആയിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും, റോൾസ് ലോ ഒബേ ചെയ്യോ ഇല്ല. എന്താ ചെയ്യാ, ഡു നോട്ട് ഒബേ റോൾസ് ലോ ആണ്. എന്താണ്, ഡു നോട്ട് ഒബേ റോൾസ് ലോ ആണ്. അപ്പൊ അടുത്തത് ഇനി നമ്മൾ എന്താണ്, ഐഡിയൽ സൊല്യൂഷൻ കഴിഞ്ഞു, അടുത്തത് നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷൻസിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻ ഓർത്ത് വെക്കുക, ഇതിന്റെ കണ്ടീഷൻസ് ഓർത്ത് വെക്കുക. ഡെൽറ്റ എച്ച് മിക്സ് എന്താണ്, ഡെൽറ്റ വി മിക്സിൽ എന്താ കണ്ടീഷൻ ഉണ്ടാവുക, ആ ഇന്ററാക്ഷൻസ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് പോയിന്റ് വൈസ് ആയിട്ടൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഓർത്ത് വെക്കുക.